തോറ്റ് ഇലക്ഷൻ നിൽക്കുമ്പോഴേ പറഞ്ഞില്ല നിൽക്കരുത് തോക്കുമെന്ന്. എന്തിനാ വെറുതെ പോയി നിന്ന്? ഇപ്പം എല്ലാവരും അമ്മ തോറ്റെന്ന് അറിഞ്ഞിട്ട് അമ്മയെ വിളിച്ച് തോറ്റോന്ന് ചോദിക്കുന്നവരല്ലേ മൊത്തം. എത്ര വോട്ടിനാ തോറ്റേന്നവരെ എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാവരും വിളിക്കുക തോറ്റോ ജയിച്ചോ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ ഫ്ലെക്സെല്ലാം എടുത്തോണ്ട് പോവാ, കോഴിക്കോട് കെട്ടാം, വല്ലവരും എടുത്തോണ്ട് പോവാ. അല്ലെങ്കിൽ കൂടെ നിന്നവര് പോലും ചെയ്തില്ല. അതെങ്ങനെ അമ്മയുടെ തനിക്കോണം അറിയാവുന്നവരായിരിക്കും ചെയ്യാഞ്ഞത്. എത്ര രൂപ പൊട്ടിച്ച് വെറുതെ ആയില്ലേ എല്ലാം കെട്ടി വെച്ച പൈസ. എന്നെങ്കിലും ഒരു കാലത്ത് ഞാനത് തിരിച്ചു പിടിക്കും. ഈ നാട്ടിലെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ ഓരോരോ രഹസ്യങ്ങൾ വെച്ച് നമുക്ക് എടുക്കാം. എന്റെ കൂടെ നിന്നിട്ട് കാല് വാരിയിട്ട് വന്നത് വലിയ ഗുണവരാതോ വലിയ ന്യായവും കൊണ്ട് വന്നേക്കുവാ. എന്തായാലും തോറ്റില്ലയോ? തോറ്റു, സാരമില്ല, ഞാനങ്ങ് സഹിച്ചു. അമ്മ 5 വർഷം അങ്ങനെ ജീവിതത്തിൽ തോൽവി ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അങ്ങ് നോക്കാം എല്ലായിടത്തും. ആരറിഞ്ഞു? ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുമെന്ന്, പക്ഷെ ചെയ്തില്ല. അവർക്കറിയാം. എന്റെ മക്കള് ചെയ്തോന്ന് ആർക്കറിയാം. ഒരു കാര്യം പറയട്ടെ, ഈ 5 വർഷം നാട്ടിലങ്ങ് പ്രവർത്തിക്കുന്ന അമ്മയുടെ പ്രവർത്തനത്തിന്റെ മികവ് നാട്ടുകാരറിയണം. ഈ അടുത്ത 5 വർഷം കഴിയട്ടെ, ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ അമ്മ നിക്കണം. അപ്പുറത്തൊരു രാധാകൃഷ്ണനുണ്ട്, ആ ആള് പോലും ചെയ്തോന്ന് ആർക്കറിയാം. ഇവിടെ കുപ്പി ഇട്ട് വല്യച്ഛനെ വിളിച്ചോണ്ടാ പോയത് വോട്ട് ചെയ്യാൻ. അറിയാവോ? വല്യച്ഛനെ കൊണ്ട് എനിക്ക് കുത്തിക്കാതെ വേറെ മാറ്റി കുത്തിച്ചു. വല്യച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ കുത്താൻ പോയപ്പോ എന്റെ കൈ പിടിച്ച് വലിച്ചിവനെന്ന്. പിന്നെ വല്യച്ഛന് കണ്ണ് കാണത്തില്ലല്ലോ, പിന്നെ വല്യച്ഛന് കൈ കാണത്തില്ല. വല്യച്ഛന് ഇങ്ങനെ പോയതാണോ? നിഴല് കണ്ടോ അമ്മയുടെ ചിഹ്നം വന്ന് ഭയങ്കരമായിട്ട് ഇറക്കുന്നു. ഒക്കെ കിട്ടിയത് 14 ഓട്ട. ഒന്ന് അമ്മയുടേത്, അമ്മയുടെ 3 കൂട്ടുകാരികളുടെ, പിന്നെ ആരൊക്കെയാ ബാക്കി 3-4 പേര്, അതേ ഉള്ളു. ആകെ ഉള്ളു 400 പേര്. 14 പേരെങ്ങ കൂട്ടിയത്. നിങ്ങൾ 5 വർഷം പ്രവർത്തിച്ച ഈ 14 34 ആവൂ, 54 ആവൂ. നീ കണ്ടോ? എല്ലാം മേടിച്ച് ഞണ്ണിയേച്ച് തിരിച്ചു കുത്തിയ കൊറേ എണ്ണ. എന്തായാലും അമ്മ കൊറേ കള്ളം ഒഴിക്കുകയായിരുന്നു. എന്താ വേണം? സാരമില്ല, ഞങ്ങളങ്ങ് സഹിച്ച്, ഞാനങ്ങ് സഹിച്ച്. എനിക്കുള്ളൊരു കുത്തിയില്ലല്ലോ, പിന്നെന്തിനാ കൂടുതൽ പറയുന്നത്? കൂടുതൽ സംസാരമൊന്നും വേണ്ട, പോയി പണി വല്ലതും നോക്ക്. ഒഴുക്കിയ കള്ളിൻ്റെ അളവും പോയ ഗ്ലാസിൻ്റെ എണ്ണവും എടുത്താൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തെ ഞാൻ ജയിച്ചേനെ. ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാ മോനെ ജയിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ തലതിരിയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നീ പോലും ഞങ്ങൾക്ക് കുത്തില്ല. ഇവിടുത്തെ 10-20 ഗ്ലാസ് കാണാറുണ്ടല്ലോ, ഗ്ലാസ് ഒക്കെ എന്ത്? ഗ്ലാസ് കുടിച്ചവരും കൊണ്ടുപോയി. എല്ലാ വണ്ടിയുടെ സൈഡിൽ നോക്കിയാൽ മതി, ഗ്ലാസ് കിട്ടും. ഇവിടുത്തെ ഗ്ലാസും ഇല്ല, കുപ്പിയും ഇല്ല, ഒന്നുമില്ല. എന്തോ പറയാനാന്ന് പറ. ഒറ്റ ഒരെണ്ണത്തിന് എന്റെ വീടിനകത്ത് ഞാൻ കയറ്റത്തില്ല. ആദ്യം അച്ഛനെ ഇറക്കേണ്ടി വരുമല്ലോ. നീയൊക്കെ ഉൾപ്പെടെ നിങ്ങൾ അമ്മയ്ക്കാ കുത്തിയത്. അമ്മയുടെ ചിഹ്നം എന്തുവാടാ? അമ്മയുടെ ചിഹ്നം ബ്ലേഡ്. പക്ഷെ ഉണ്ടല്ലോ അമ്മേ, നമ്മളിങ്ങനെ അവിടെ കേറുമല്ലോ, കേറി കഴിയുമ്പോഴത്തേന് പാർട്ടിയുടെ ചിഹ്നം കാണുമ്പോ ഇങ്ങനെ അറിയാതെ കൈ അങ്ങോട്ട് പോകും. നിങ്ങളുടെ ചിഹ്നം കാണാൻ പറ്റാതെ അപ്പം അതാ പ്രശ്നം. ഇതാ നടന്ന സംഭവം. അതിനകത്ത് കേറുമ്പോ കുറ്റബോധം അടിക്കും. ഞാൻ അന്നേരേ പറഞ്ഞ എനിക്ക് ബ്ലേഡ് തരരുതെന്ന്. അല്ല, തവിയോ സ്പൂണോ തന്നിരുന്നെങ്കിൽ ചോറ് ചോറിന്റെ ഓർമ്മ വന്ന് തവിയെങ്കിലും അവര് കുത്തിയേനെ. തവിക്കണക്ക് അടിക്കാഞ്ഞത് കാര്യമായി. ദൈവമേ, ഇങ്ങനെ ഒരു പരാജയം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ തോറ്റല്ലേ, അപ്പൊ അതൊരു പരാജയമല്ല, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതല്ലേ. അതങ്ങനെ പഠിത്തത്തിനകത്ത് തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. ഇത് പക്ഷെ കൂടെ നിന്നിട്ട് കാല് വാരി ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അമ്മ മാത്രമല്ല, ഒരാളല്ലേ ജയിച്ചുള്ളൂ, ബാക്കി 3 പേര് തോറ്റില്ലേ. അതുകൊണ്ടല്ലേ 3 പേർക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഇത് ഇലക്ഷൻ. എന്നാലും അല്ല മോനെ, എന്റെ കൂടെ നിന്നിട്ട് എനിക്ക് തരാം 100% എന്നെ വിശ്വസിപ്പിച്ചിട്ട് തരാന്ന് പറഞ്ഞ അമ്മ പറ്റിച്ചത് ഏറ്റവും കൂടുതൽ. അതാ വിഷമം ഒത്തിരി. എന്തോ ചെയ്യാനാന്ന് പറ. അമ്മ ഈ ഉളുന്തി നിന്ന് ജയിച്ചായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു ചെയ്യുന്നത്? അല്ല, ഇത് എല്ലാരും കാണണ്ടേ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത്? തൊഴിലില്ലാത്തവർക്ക് എന്തൊക്കെയൊക്കെ തൊഴിലിനുള്ള ബിസിനസ് ചെയ്യാവുന്നുള്ള ഒരു ആഗ്രഹം. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുവരുന്നുണ്ട്. അല്ലല്ല, എന്ത് അർത്ഥവത്തായ സാധനങ്ങൾ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്നല്ല, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുമെന്നൊരു ആഗ്രഹം കൊണ്ടുവരും. ആഗ്രഹം മനസ്സിലുണ്ട്. അതായത് മേളിലെ കുറെ മിഷ്യൻ മേടിച്ചിട്ട് തയ്ക്കാന് അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി ഓരോരോ. രണ്ടാമത് എന്തുവാ, ഈ ആടിനെയൊക്കെ വളർത്ത് ഒരു ഫാം പോലെ കെട്ടി, ആട് ഫാം, അത് എന്നിട്ട് ഇറച്ചി കൊടുക്കാം.
മൂന്നാമത്തെ കോഴി, അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകൾ ഒക്കെ ചെയ്യാവുന്നൊക്കെ ഓരോ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ മുക്കായിരുന്നു. മുക്കി ഒരു ബാർ തുടങ്ങാന്ന് പറഞ്ഞു. അടുത്ത ബാർ എന്നാ പിന്നെ ഞാൻ ജയിച്ചു. ഉളുന്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശൈലജ ജയിക്കുവാണെങ്കിൽ എല്ലാവർക്കും നാട്ടിൽ ഒരു ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് നാട്ടിലൊരു ബാർ, അതിൽ ബുധനാഴ്ച ദിവസം ഫ്രീ ഓഫർ, ഒരു പെഗിന് 2 പെഗ് ഫ്രീ. നോക്ക് നിങ്ങൾ ജയിക്കും, ഉറപ്പ്. മതി, എന്തായാലും തോറ്റ്. ഇനി കൂടുതൽ ആലോചിപ്പിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട. ഈ തോറ്റ് ഇന്നു മുതൽ അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നല്ല രീതിയിൽ ചെയ്തിരിക്കും. ഇനി ഞാൻ കണ്ടോ, ഞാൻ ജയിച്ചിരിക്കും, ഉറപ്പാ. അടുത്ത വർഷം തോക്കുമ്പോഴും ഇതേ സ്പിരിറ്റ് പറയണം, അടുത്ത 5 വർഷം ഞാൻ പ്രവർത്തിക്കുമെന്ന്. ഞാൻ വോട്ട് ചെയ്തു മോനെ. ഒരുത്തൻ നേട്ട കയറി കിടക്കുന്നു, ഒരു പാർട്ടിയില്ല, ആർക്കും വോട്ടും കൊടുക്കുന്നില്ലെന്ന്. അവരും കുത്തി, ഇവരും കുത്തി, ഇവരും കുത്തി. നീ അടിച്ചിട്ടുണ്ടോടാ? ഇപ്പൊ സമയം എന്തുവായി? ഇപ്പൊ സമയം എന്തുവായി? എന്തോ പറയാ. 2 മണി. ഈ മിച്ചറ തൊട്ട് പോയേക്കരുത്. കുറച്ച് വെള്ളം. നീ ഏത് സാധനമാടാ അടിച്ചത്? അടിച്ചില്ലൊന്നും. സമയം എത്ര ആയടാ ഇപ്പം? ഇതൊക്കെ കണ്ടാ പ്രഷർ കൂടും. ഒരു പാട്ടെങ്കിലും കേക്കാം. അമ്പലത്തിലെ ഉത്സവ മെയിൻ ആവണ്ടായോ? ഉത്സവോ? അമ്പലത്തിൽ കയറാത്ത കുറെ എണ്ണ ഉത്സവം ആകുമ്പോ ഇറങ്ങിക്കോളും മെയിൻ കളിക്കാന്. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിന്നേമ്മേ, ഇങ്ങനെ ഇരിക്കണേ. ഭക്തനങ്ങൾ മാറിക്ക്, ആളുകളൊക്കെ തൊഴാൻ നിൽക്കുന്ന മാറി സൈഡ് കൊടുക്കുക ചേച്ചി. എന്താ തൊഴാനും സമ്മതിക്കത്തില്ലയോ? വലിയ ആളാന്നാ വിചാരം. ഇവിടെ പ്രതിഷ്ഠ എന്താവാന്ന് നിനക്കറിയാവോ? അന്നദാനത്തെ ആള് കൂടുതലാണ് വരുക. എന്റെ ചേട്ടാ മല്ലിത്തൂക്കൊക്കെ എടുത്ത് മാറ്റി ആദ്യമേ കഴിക്കുക ചേട്ടാ. ഞാനും ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ മോനെ. കുറച്ച് ചോറിട്, ഇച്ചിരി ഇടും മോനെ. ഇതില് ചെറിയ സ്പൂണൊന്നും തവിയൊന്നും കിട്ടിയില്ലയോ? ചേച്ചി ഇവിടെ ഒന്ന് കുറവായിച്ചു, ആള് കൂടുതലല്ലയോ. എന്നാ ഞാൻ തവി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? ആ, കമത്തങ്ങോട്ട് കണ്ടോ. ഒരാഴ്ചത്തേക്ക് ചോറും വെക്കണ്ട, ഉണ്ടാവുമായിട്ട് വരാ. ഇനി ചേച്ചിയെ ആർക്കാ ചേച്ചി ചോറ്? അണ്ണനാ മോനെ. അണ്ണൻ കഴിച്ചായിരുന്നല്ലോ. കുഞ്ഞനാ? കുഞ്ഞും കഴിച്ചല്ലോ. എന്തൊക്കെ അറിയണോ ഇവനൊക്കെ? ഇതാകുമ്പോ സാമ്പാർ പോരാൻ എളുപ്പമാ, കഷ്ണം എല്ലാം കിട്ടും. ഇത് രസം, ഇത് ചോറ്.